ಉಪಾಸನೆ ಮಾಡತಕ್ಕಂಥ ಸಾಧಕರು ಈ ಹೋಮದಲ್ಲಿ ತಪ್ಪದೇ ಭಾಗವಹಿಸಬೇಕಿದೆ. ಸೊ ദീർഘായുസ് ആരോഗ്യം മുഖ്യമായ സംഘടനയായിട്ട് ഇവത്തിന നമ്മുടെ അസുഖത്തിൽ കാരണമായിരിക്കുന്ന പ്രതികൂല കർമ്മത്തിൽ നിന്ന് നമുക്ക് മോചനം, ശാരീരികമായിട്ട് മാനസികമായിട്ട് വൈകാരികമായിട്ട് ആത്മീയമായിട്ടുള്ള നല്ല ആരോഗ്യം നമുക്ക് ഈ ഹോമത്തിൽ ഗായത്രിയിലേക്ക് നമുക്ക് നൽകാൻ പോകുന്നു. ഈ ഹോമത്തിൽ നമ്മളുടെ ഉള്ളിലുള്ള യക്ഷനായിട്ട്, അതായത് അസുഖത്തിൽ കാരണമായിരിക്കുന്ന നെഗറ്റീവ് കർമ്മ ആ യക്ഷനെ കൊണ്ടിട്ട് ഇന്ന് ഗായത്രിയിലേക്ക് നമുക്ക് സമ്പൂർണ്ണ ആരോഗ്യം തരാൻ പോകുന്നു. ഒരംഗം പറഞ്ഞിട്ട് നമുക്ക് ഹോമത്തിലേക്ക് പോകാം. ഇവരെ ആദ്യമായിട്ട് രേണുകാജി അവരുടെ ഫാമിലി ഇവിടെ ഹോമത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നത് നവരാത്രിയായിരുന്നു. നവരാത്രി ഹോമത്തിൽ വന്നപ്പോൾ ഫസ്റ്റ് അവർ ആഗ്രഹിച്ചത് 4000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടാണ്. ഹോമം കഴിഞ്ഞ് ചെന്ന ഉടനെ 4500 സ്ക്വയർ ഫീറ്റിൽ അവർക്ക് നല്ല ഒരു വീട്, നല്ല വലിയ തോട്ടത്തോടു കൂടി അവർക്ക് കെട്ടാൻ കഴിഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ബിസിനസ്സാണ്. കുറേ പേയ്മെന്റ് ഇവിടെ അവിടെയും കോടിക്കണക്കിൽ പെൻഡിങ് ആയിരുന്നു. ഇവർ ഹോമത്തിൽ വന്ന് പങ്കെടുത്തപ്പോൾ അടുത്ത ഹോമത്തിൽ ചോദിച്ചത്, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, ഈ പൈസ വരണം. ഹോമത്തിന്റെ ക്യാഷ് അവർ അടച്ചതേ ഉള്ളൂ. അപ്പം തന്നെ വീട് തേടി വന്ന് എല്ലാവരും പെൻഡിങ് അമൗണ്ട് എല്ലാം ഇവർക്ക് അടച്ചു കഴിഞ്ഞിട്ട് പോയി. ഇവർക്ക് ഭയങ്കര സന്തോഷം. അന്ന് മുതൽ അവർക്ക് ഹോമം അത്ര ഇഷ്ടമായി. അതിനുശേഷം അവർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ നടത്താൻ തുടങ്ങി. അടുത്ത മൂന്നാമത് പ്രത്യേകിച്ച് അവരുടെ മകളുടെ വിവാഹം വളരെ ഗ്രാൻഡായിട്ട് ആ സിറ്റിയിൽ തന്നെ എല്ലാവരും അറിയപ്പെടുന്ന രീതിയിൽ എല്ലാ VIPs വന്ന് അതിൽ പങ്കെടുത്തിട്ട് പോയി. അതവരുടെ ഒരു ആഗ്രഹമായിരുന്നു മൂത്ത മകളുടെ വിവാഹം. പിന്നെ അതിനുശേഷം മകൾക്ക് BMW കാർ കൊടുക്കുമെന്ന് ആഗ്രഹിച്ച് അത് മനസ്സിലാക്കിയിട്ട് മരുമകൾ തന്നെ ഇങ്ങോട്ട് ഗിഫ്റ്റായിട്ട് എടുത്താണ്. അടുത്ത കുട്ടി അവരുടെ ആഗ്രഹം നല്ല മാർക്ക് കിട്ടണം, അതേപോലെ 1147 മാർക്കോടുകൂടി അവർ ആഗ്രഹിച്ച കോളേജിൽ അവർ ജോയിനായി, അതേപോലെ ക്ലാസ് സ്റ്റാഫറായി, ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിൻ്റെ എല്ലാം നന്നായിട്ട് പോയി. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവർക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല. കാലത്ത് ഇരിക്കുമ്പോൾ കഴുത്തിൻ്റെ താഴത്തിന്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പാരലൈസ് ആയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എല്ലാ ഡോക്ടേഴ്സും വന്ന് ട്രീറ്റ്മെന്റ് നോക്കി, പക്ഷേ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ ഒരു സ്ഥിതിയിൽ ഇവർക്ക് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ അവർ കൽക്കാര്യത്തിൽ ഒന്ന് ചോദിച്ചപ്പോൾ അവരുടെ വിധി അതായിരുന്നു. ഈ ജന്മത്തിൽ നട്ടിൽ ഒടിഞ്ഞ ആക്സിഡന്റിൽ 14 കൊല്ലം അവർ അങ്ങനെ കിടപ്പായിട്ട് തന്നെ ഇരുന്ന് അവർ മരിക്കും, ഇതായിരുന്നു. കൽക്കാര്യത്തിൽ ഭഗവാൻ പറഞ്ഞു, നവരാത്രി ഹോമത്തിൽ പങ്കെടുക്കും. ആ സമയത്ത് ഹോമത്തിന്റെ സങ്കല്പം നിങ്ങളുടെ തലയെഴുത്ത് മാറ്റുന്നതായിരുന്നു. അവരുടെ മകളും ഭർത്താവും പങ്കെടുക്കും. പങ്കെടുത്ത ഒരാഴ്ചയിൽ CMC വെല്ലൂരിൽ അവർക്ക് പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അവരെ കൊണ്ടുപോകുമ്പോൾ വീൽ ചെയറിൽ കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ സുഖമായിട്ട് അവർ നടന്നു വന്നു. കംപ്ലീറ്റ് ആയിട്ട് അമ്മ ഭഗവാൻ അവരുടെ അസുഖം മാറ്റി തന്നു. സോ അങ്ങനെ അമ്മ ഭഗവാന്റെ സങ്കല്പം നിറവേറ്റി നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കിട്ടുന്ന ഹോമമാണ്. എല്ലാ ഭക്തരും നിങ്ങളുടെ കൈകൾ നമസ്കാരം ഉപയോഗിച്ച് ഇപ്പോൾ നിങ്ങളുടെ സമ്പൂർണ്ണ ആരോഗ്യത്തിന്
ಈಗ ಆಚರಣೆ ಮಾಡ್ತೀರ. 3 ಸಾರಿ ನೀರನ್ನು ಕುಡಿತೀರ. गन्धस्योपरि हरिद्रां कुङ्कुमं च समर्पयामि. अलङ्कृताक्षतां समर्पयामि. पुष्पैः पूजयामि. ॐ सुमुखाय नमो, एकदन्ताय नमो, कपिलाय नमः. ॐ गजकर्णकाय नमो, लम्बोदराय नमो, विकटाय नमः. ॐ विघ्नराजाय नमो, कलाधिपाय नमो, धूमकेतवे नमः. ॐ कलाधीशाय नमो, कालचन्द्राय नमो, गजाननाय नमः. ॐ वक्रतुण्डाय नमो, शूर्पकर्णाय नमो, हेरम्बाय नमः. ॐ सर्वपूर्वजाय नमः. ॐ श्री सिद्धिविनायकाय नमः. ॐ श्रीमागणाधिपतये नमः. षोडशनामपूजां समर्पयामि. सुगन्धयुक्तधूपमाघ्रापयामि. आर्चयुक्तदीपं दर्शयामि. ॐ श्रीमागणाधिपतये नमः. अमृतोपहारमानये निवेदयामि. ॐ भूर्भुवस्सुः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्. वृद्धस्वतेन वर्तिष्यामि. अमृतवत्सो वत्सरमस्ति. ॐ प्राणाय स्वाहा. ॐ दानाय स्वाहा. ॐ ज्ञानाय स्वाहा. ॐ पुराणाय स्वाहा. ॐ समानाय स्वाहा. ॐ ब्रह्मण्ये स्वाहा. मध्ये मध्ये पानीयं समर्पयामि. हस्तौ प्रक्षालयामि. पादौ प्रक्षालयामि. शुद्धाग्निं समर्पयामि. अमृतोपहारमानये निवेदयामि. ताम्बूलं समर्पयामि. वेदोक्तसुगन्धकर्पूरनीराजनं संदर्शयामि. ಈಗ ಆರತಿ ಇರುತ್ತೆ. ಎಲ್ಲರೂ ನಿಮ್ಮ ಕೈಗಳನ್ನು ಶಿರಸ್ಸಿನ ಮೇಲೆ ಜೋಡಿಸ್ಕೊಳ್ಳಿ. നിങ്ങളുടെ കൈകൾ ശിരസിന്റെ മേളിൽ വെച്ച് ആരതി സ്വീകരിക്കുക. ഓം ശ്രീഭദ്രവല്ലഭനായ കോടി കോടി സമർപ്പണ നിർവിഘ്നം കുരു മേ ദേവ സുഖദായേ സുസർവദ. ശ്രീഭദ്രവല്ലഭനായ കോടി കോടി സമർപ്പണ നിർവിഘ്നം കുരു മേ ദേവ സുഖദായേ സുസർവദ. ശ്രീഭദ്രവല്ലഭനായ കോടി കോടി സമർപ്പണ നിർവിഘ്നം കുരു മേ ദേവ സുഖദായേ श्रीमागणाधिपतये नमः. नमस्कारान् समर्पयामि. प्रसादं शिरसा गृह्णामि. ಈಗ ನಾವು ಕಳಶ ಪೂಜೆಯನ್ನ ಮಾಡ್ತಿದ್ದೀವಿ. ಈಗ ನಾವು ಕಳಶದಲ್ಲಿ ಶ್ರೀ ಪರಜ್ಯೋತಿ ಅಮ್ಮ ಭಗವಾನರನ್ನ, ನವಗ್ರಹ ದೇವತೆಗಳನ್ನ, ಅಷ್ಟ ದಿಕ್ಪಾಲಕರನ್ನ, ಎಲ್ಲ ದೇವಿ ದೇವತೆಗಳನ್ನ, ಗಾಯತ್ರಿ ದೇವಿಯನ್ನ ನಾವು ಇಲ್ಲಿ ಆವಾಹನೆ ಮಾಡ್ತೀವಿ. ಸೊ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಪವರ್ಫುಲ್ ಆಗಿ ಇವತ್ತು ಎಲ್ಲ ದೇವಿಗಳು ಬರೋದು ಮಾತ್ರ ಅಲ್ಲ, ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಕೂಡ ಬರ್ತಾರೆ. ಸೊ ಈಗ ನಾವು ಆವಾಹನೆ ಮಾಡೋಣ. ഇപ്പോൾ കലശപൂജ സമയമാണ്. ഈ സമയത്ത് കലശത്തിൽ ശ്രീ പരംജ്യോതി, ശ്രീ ഗായത്രി ദേവി, നവഗ്രഹങ്ങൾ, അഷ്ടദിക്പാലകർ, എല്ലാ ദേവദേവിമാരും ഇപ്പോൾ കലശത്തിൽ ആവാഹനമായി നമുക്കിപ്പോൾ ദിവ്യമംഗള ദർശനം തന്ന് ഈ പൂജയിൽ ജീവിതത്തിനോട് ഒഴുകാനുള്ള സങ്കല്പം നിറവേറ്റി തരാൻ പോകുന്നു. എല്ലാവരും കൈകൾ നമസ്കാരത്തിൽ വെച്ച് ഭക്തിയോടെ ഈ പൂജയിൽ പങ്കെടുക്കുക.
ಕುಂಕುಮ ಅಕ್ಷತೆ ಗಂಧ ಈಗ ನಿಮ್ಮ ಕೈಗಳನ್ನು ಶಿರಸ್ಸನ್ನು ಜೋಡಿಸ್ತಾ ಆರತಿಯಲ್ಲಿ ಭಾಗವಹಿಸಿ. ಓಂ ಸಚ್ಚಿದಾನಂದ ಈಗ ಪ್ರಧಾನ ಹೋಮದ ಸಮಯ. ಈಗ ನಾವು ಆವಾಹನೆ ಮಾಡ್ತಿದ್ದೀವಿ. ಸಾಕ್ಷಾತ್ ಶ್ರೀ ಗಾಯತ್ರಿ ದೇವಿಯನ್ನ ಈಗ ನಾವು ಆವಾಹನೆ ಮಾಡ್ತೀವಿ. ಗಾಯತ್ರಿ ದೇವಿ ಕೆಂಪು ವರ್ಣದ ವಸ್ತ್ರವನ್ನು ಧರಿಸಿ ಪಂಚಮುಖ ಧಾರಣೆಯಾಗಿ ಪಂಚವರ್ಣಗಳಿಗೆ ಸಂಕೇತ ಆಗಿ, ಪಂಚಮುಖಗಳು ಕೂಡ ಪಂಚಭೂತಗಳಿಗೆ ಸಂಕೇತ. ದಶಭುಜಗಳ ಹಾಕಿ ಶಂಕು, ಚಕ್ರ, ಕಮಲದಳ, ಚತುರ್ವೇದ, ರುದ್ರಾಕ್ಷಿ ಮಾಲೆ ಇದನ್ನೆಲ್ಲ ಕೂಡ ತನ್ನ ಕೈಗಳಲ್ಲಿ ದಶಭುಜಗಳಲ್ಲಿ ಇಟ್ಟು ಈಗ ನಮಗೆಲ್ಲರಿಗೂ ಕೂಡ ಗಾಯತ್ರಿ ದೇವಿ ದರ್ಶನವನ್ನ ಕೊಡ್ತಾರೆ. ಗಾಯತ್ರಿ ದೇವಿಯನ್ನ ಆವಾಹನೆ ಮಾಡ್ತಿದ್ದೀವಿ. ಸೊ ಸ್ಕ್ರೀನಲ್ಲಿ ನೋಡುವಂತ ಒಂದು ಮುದ್ರೆಯಲ್ಲಿ ಕುಳಿತುಕೊಳ್ತಾ ನಾವು ಆವಾಹನೆ ಮಾಡೋಣ. இப்போ பிரதான ஹோமத்தின் ஆதித்த பாகம் ஆவாகனம். ഈ സമയത്ത് നമ്മൾ ഹോമകുണ്ടത്തിലും നമ്മുടെ ഹൃദയത്തിലും വേദമാതാ ശ്രീ ഗായത്രി ദേവി അവർ കുങ്കുമവർണ്ണ പട്ടുടുത്തി ഈ സമയത്ത് നമ്മുടെ മുന്നിൽ പഞ്ചമുഖങ്ങൾ പഞ്ചവർണ്ണങ്ങളാക്കി പഞ്ചമുഖിയായിട്ട് ഇപ്പോൾ നമ്മളുടെ മുന്നിൽ ദശഭുജങ്ങളോട് കയ്യിൽ ശംഖ്, ചക്രം, പാശം, അങ്കുശം, താമരപ്പൂവും വേദങ്ങളും രുദ്രാക്ഷമാലയത്തോട് ഇപ്പോൾ നമ്മുടെ മുന്നിൽ തേജോമയമായിട്ട് അതിശക്തമായിട്ട് നമുക്ക് ദിവ്യമംഗള ദർശനം തരാൻ പോകുന്നത്. ഈ സമയത്ത് അവിടെ സ്ക്രീനിൽ കാണുന്ന മുദ്രയിൽ നിങ്ങളുടെ കൈകൾ വെച്ച് നിങ്ങളുടെ തലച്ചോറിൽ ആ ഒരു പോയിന്റ് ಈಗ ನಾವು ಸಾಕ್ಷಾತ್ ಪರಜ್ಯೋತಿ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಏನೆಲ್ಲ ನಮಗೆ ಅನುಗ್ರಹ ಕೊಟ್ಟಿದ್ದಾರೆ, ಆರೋಗ್ಯ ವಿಷಯದಲ್ಲಿ, ಐಶ್ವರ್ಯದಲ್ಲಿ, ಕೆಲಸ
ಕೆಲಸದಲ್ಲಿ, ಮನೆಗಳಲ್ಲಿ ಎಲ್ಲವನ್ನ ಒಂದೊಂದಾಗಿ ನೆನೆಸ್ಕೊಳ್ತಾ ಕೃತಜ್ಞತೆ ಹೇಳ್ತಾ ಆರಾಧನೆ ಮಾಡೋಣ. ഇത് ആരാധന സമയം. ഈ സമയത്ത് ശ്രീ പരംജ്യോതി അമ്മ ഭഗവാൻ നമ്മളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ട് എത്രയോ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ആരോഗ്യത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ഓർത്ത് അത് നന്ദി പൂക്കളായിട്ട് മാറ്റി അമ്മയുടെ പാദത്തിൽ സമർപ്പിച്ച് ആരാധന ചെയ്യുന്നു. पुष्पं परिकल्पयामि यं वायुतत्त्वात्मिकाय श्रीगायत्री देव्यै धूपं परिकल्पयामि रम्भं वितत्त्वात्मिकाय श्रीगायत्री देव्यै दीपं परिकल्पयामि वममृतत्त्वात्मिकाय श्रीगायत्री देव्यै अमृतनैवेद्यं परिकल्पयामि सर्वं तत्त्वात्मिकाय श्रीगायत्री देव्यै सर्वोपचारान् परिकल्पयामि. ॐ भूर्भुवस्सुवः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात् स्वाहा. ॐ भूर्भुवस्सुवः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात् स्वाहा. ॐ भूर्भुवस्सुवः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात् स्वाहा. ॐ भूर्भुवस्सुवः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो. നമ്മളെല്ലാവരും പ്രാർത്ഥന ചെയ്യാൻ പോകുന്നു. നമ്മൾ ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വളരെ വ്യക്തതയുണ്ടാവണം. നിങ്ങൾ ആ ബന്ധത്തോട് പരംജ്യോതി എടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അത് ഇപ്പം തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് കണ്ട് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സമ്പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി എവിടെയെല്ലാം നിങ്ങളുടെ അവയവങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് പൂർണ്ണമായിട്ട് മാറി കിട്ടാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഏത് അസുഖമായാലും അത് മാറി കിട്ടുന്ന സമയമാണ്. ഇങ്ങനെ ഒരു ഡിവോട്ടി പല വർഷങ്ങളായിട്ട് തലവേദനയും അനുഭവിച്ച് അതിനുശേഷം എത്രയോ ഡോക്ടർക്ക് പോയിട്ടും അവരുടെ പ്രശ്നം എന്താണെന്ന് പോയി ചോദിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് അവർക്ക് സൈനസ് പ്രോബ്ലമാണ്. മുഖത്തിലൊക്കെ നീർക്കെട്ടൊക്കെ വന്നിട്ട് ആ തലവേദന സഹിക്കാൻ പറ്റാതെ അവർ ആ പ്രശ്നം അനുഭവിച്ച സമയത്ത് ഇവിടെ മുഖത്തിൽ വന്ന് പങ്കെടുക്കുമ്പോൾ ആ മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ ശക്തി അവരുടെ അസുഖം മാറും എന്ന് പറഞ്ഞതിന് അനുസരിച്ച് ഇവിടെ വന്ന് മന്ത്രങ്ങൾ കേട്ട് മുഖം പങ്കെടുത്തതിന് ശേഷം ഇഞ്ചക്ഷൻ എടുത്ത് ടാബ്ലറ്റ് എടുത്ത് മാറാത്ത പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അമ്മ ഭഗവാൻ ഈ മുഖത്തിൽ മാറ്റി തന്നു. ഇപ്പൊ വരെ ആ പ്രശ്നം വന്നിട്ടില്ല. അതുപോലെ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ മരുന്നുകൾ കൊണ്ട് മാറ്റാൻ പറ്റിയിട്ടില്ലയോ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഈ മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ശ്രീ പരംജ്യോതി ഗായത്രി ദേവിയുടെ രൂപത്തിൽ നമുക്കത് മാറ്റി തരാൻ പോകുന്നു. ഈ സമയത്ത് സ്വാഹ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൂലികകൾ കൊടുത്തിട്ടുണ്ടാകും. അത് നിങ്ങൾ മുഖത്ത് സമർപ്പിച്ച് ഇപ്പൊ ശാരീരിക മാനസിക ആരോഗ്യത്തിന് വേണ്ടി राजन
ಹೋಮದ ವಿಜಯಕ್ಕಾಗಿ ಜಯಾತಿ ಹೋಮಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ഹോമത്തിന്റെ വിജയത്തിന് വേണ്ടി ജയാലി ഹോമം ചെയ്യാം. ಈಗ ಕೈಯಲ್ಲಿ ಹಾಕೊಂಡಿರೋದು ದರ್ಬೆಯನ್ನು ಕೆಳಗಡೆ ಇದ್ದೀರಾ. 3 ಸಾರಿ ನೀರನ್ನು ಕುಡಿತೀರಾ. 4ನೇ ಸಾರಿ ಕೈಯನ್ನು ತೊಳ್ಕೊಂಡು ಮತ್ತೆ ದರ್ಬೆಯನ್ನು ಧರಿಸಿ. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ മുഖത്ത് തോരി വെച്ച് 3 തവണ വെള്ളം കുടിച്ചിട്ട് കൈ കഴുകിയിട്ട് വീണ്ടും പവിത്രമിടുന്നു.